ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹ്ല. ഇനി ഞാനൊരു ഹോം ഡെക്കോർ ഐറ്റം ഉണ്ടാക്കുന്നതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പോപ്സിക്കിൾ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, അതായത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക്. ഇത് നല്ലൊരു ഹോം ഡെക്കോർ ആയിട്ടാണ്. നമ്മുടെ വാളിലൊക്കെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഷെൽഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സിംഗിൾ പീസായിട്ട് വേണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ ഞാനിപ്പോൾ വെച്ചിട്ടുള്ള പോലെ ഇങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ടാക്കിയിട്ട് ജോയിൻ ചെയ്ത് ഇങ്ങനെ വെക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ടൈം വേണമെന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും ചെറിയ ക്യൂരിയോസൊക്കെ ഇതിലിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ലൈഫ് പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഭംഗി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഇതുപോലത്തെ പോപ്സിക്കിൾ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നോർമൽ സൈസ് അല്ല, അതിനേക്കാൾ കുറച്ച് വലുതാണ്. ഇത് സ്റ്റേഷനറി ഷോപ്പിലും അതുപോലെ ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിലും പിന്നെ ഇവിടുത്തെ ലുലുവിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുള്ള പാക്കറ്റിൽ ഒരു പാക്കറ്റിൽ 50 എണ്ണമാണ് ഉള്ളത്. പിന്നെ നമുക്കിത് എത്ര ഹൈറ്റിലാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ സ്റ്റിക്കിൻ്റെ എണ്ണം കൂടും. പിന്നെ നമുക്കിത് യൂസ് ചെയ്തിട്ട് ആദ്യം ഒരു ഹെക്സഗൺ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 6 എണ്ണം യൂസ് ചെയ്തിട്ട് ഒരു ഹെക്സഗൺ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഇതുപോലെ ഇങ്ങനെ മുകളിലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം. എന്നിട്ട് 2 എണ്ണം ഇതുപോലെ ഇങ്ങനെ ഒരു 120 ആംഗിൾ വരുന്ന വിധത്തിൽ വെക്കുക. എല്ലാ സ്റ്റിക്കിൻ്റെ 2 എൻഡും ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിൽ വരുന്ന വിധത്തിൽ വേണം വെക്കാൻ. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി താഴെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുക, ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും. ഞാനിത് അറേഞ്ച് ചെയ്തത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആദ്യത്തെ സ്റ്റിക്ക് വെച്ചിട്ടുള്ളത് താഴെയായിട്ടാണ്, അത് കംപ്ലീറ്റ് താഴെയാണ്. പിന്നെ രണ്ടാമത്തേത് വെച്ചിട്ടുള്ളത് അത് വരുന്നത് അതിൻ്റെ 2 എൻഡും മറ്റൊന്നിൻ്റെ മുകളിലായിട്ടാണ്. പിന്നെ മൂന്നാമത്തേത് താഴെ, നാലാമത്തേത് മുകളിൽ, അഞ്ചാമത്തേത് വീണ്ടും താഴെ, ആറാമത്തേത് മുകളിൽ. ആ ഒരു ഓർഡറിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇനി ബാക്കി ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടി ഈ താഴെ വരുന്ന 3 സ്റ്റിക്കും ഒരു ചെറിയ ടൈപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്റ്റിക്കുകൾ തമ്മിൽ ഒട്ടിക്കുമ്പോൾ നമ്മുടെ ഈ ഹെക്സഗൺ ഷേപ്പ് പോവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതിങ്ങനെ ആദ്യം ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും നല്ല ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഈ സ്റ്റിക്കുകൾ തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. ഞാൻ മുമ്പ് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടും ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഇങ്ങനെ ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോഴാണ്. കുറച്ചും കൂടി നീറ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ മെൽറ്റായിട്ട് പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാലും ഈ സ്റ്റിക്കിൻ്റെ ഇടയിൽ കൂടെ അതിങ്ങനെ കാണും. അപ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് തോന്നിയത് ഇങ്ങനെ ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോഴാണ്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വുഡൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഗ്ലൂ എടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും താഴെയായിട്ട് വരുന്ന ഓരോ സ്റ്റിക്കിൻ്റെ മുകളിൽ അടുത്ത സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഗമ്മ് 2 സൈഡിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. നല്ല കറക്റ്റായിട്ട് വെക്കാൻ നോക്കണം. ഈ സ്റ്റിക്കും താഴെയാണല്ലോ, അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഗം അപ്ലൈ ചെയ്തിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇവിടെയും താഴെയാണ്, അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. താഴെ വരുന്നതിൻ്റെ മുകളിൽ ഗമ്മാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എത്ര ഹൈറ്റിൽ വേണോ അത്രയും സ്റ്റിക്ക് നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കണം. ഞാനൊരു സൈഡിൽ 16 എണ്ണമാണ് വെക്കുന്നത്. അപ്പോൾ 16 × 6 96. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ 96 എണ്ണം വേണം. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു പാക്കറ്റിൽ 50 എണ്ണമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ 2 പാക്കറ്റ് സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളിത് വാളിൽ ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഇതിലെന്തെങ്കിലും വെയിറ്റ് വെക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഗം അപ്ലൈ ചെയ്തിട്ട് ഇതിവിടെ സ്റ്റിക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് വെക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ലാതെ ഇതൊരു ഫോട്ടോ ഫ്രെയിം ആയിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കൂടുതൽ ഹൈറ്റ് ഇല്ലാതെ ചെയ്തിട്ട് ഫോട്ടോ ഫ്രെയിം പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്ര അധികം ഗമ്മിട്ടിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു പോയിൻ്റ് കൊടുത്താലും അത് സ്റ്റിക്കായിട്ട് നിൽക്കും. വെയിറ്റ് വെക്കാനാണെങ്കിൽ നല്ല പോലെ ഗമ്മ് കൊടുത്തിട്ട് നന്നായിട്ട് ഉറപ്പിക്കണം. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, പക്ഷേ ഈസിയാണ്. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞു, ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുമുണ്ട്. ഇനി ഇതിലൊട്ടിച്ചിട്ടുള്ള ടേപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കോട്ട് ക്ലിയർ വാർണിഷ് അടിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. കുറച്ചും കൂടെ കാലം അത് ലാസ്റ്റ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വേറെ കളറൊക്കെ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് വേറെ കളറൊക്കെ മാറ്റിയെടുക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കളറിലല്ല ചെയ്യുന്നത്, ഇതിനേക്കാളും കുറച്ച് ഒരു ഷെയ്ഡ് ഒന്ന് ഡാർക്കാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കളറല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ ചായപ്പൊടി ഉണ്ടല്ലോ, ആ ചായപ്പൊടി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും.
എന്നിട്ട് അതൊന്ന് കുറുക്കി എടുത്തിട്ട് ആ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഇതിലൊന്ന് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളും കുറച്ച് ഒന്ന് ഡാർക്കായിട്ട് ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടും. ഈ വെള്ളത്തിലൊരു കോട്ടൺ മുക്കിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇത് ഉണങ്ങിയിട്ട് വീണ്ടും ചെയ്യുക. ഒരു 3-4 തവണയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു കളർ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കാരണം. ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വാർണിഷ് അടിക്കുമ്പോൾ ക്ലിയർ വാർണിഷിന് പകരം വുഡിൻ്റെയൊക്കെ കളർ വരുന്ന വാർണിഷ് ഉണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഭാഗത്തൊക്കെ ഞാൻ ഈ കളറൊന്ന് ചേഞ്ച് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിൽ വാർണിഷ് അടിക്കണം. അപ്പോൾ ഞാൻ ക്ലിയർ വാർണിഷാണ് അടിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. ഒരു ബ്രഷ് വെച്ചിട്ട് ഈ വാർണിഷ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഈ വാർണിഷ് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ വരാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ വാർണിഷ് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാലം ലാസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഇനി വാർണിഷ് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി. ഇത് ഞാൻ വാളിൽ ഫിക്സ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടാണ്. അതായത് പോലത്തെ ഡബിൾ സൈഡ് ടേപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ടേപ്പാണ് കേട്ടോ. ഇത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്തിരുന്നു. അപ്പോൾ അതാണിത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഇത് അത്രയ്ക്ക് അങ്ങോട്ട് നീറ്റായിട്ടില്ല. അത്യാവശ്യം നന്നായിട്ട് ഗ്ലൂ കൊടുക്കുമ്പോഴായിരുന്നു ഇത് സ്റ്റിക്കായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കാണുന്നുമുണ്ട്. ഇതാണ് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഇത് നോക്കൂ, നല്ല നീറ്റായിട്ട് വന്നിട്ടില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ എന്തെങ്കിലും ഗ്ലൂ യൂസ് ചെയ്യണമെന്ന്. ഇനി ഇത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് വാളിൽ ഫിക്സ് ചെയ്യാം. എന്തെങ്കിലും ക്യൂരിയസ് ഒക്കെ വെക്കാം, ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരും മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.